ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചാർട്ട് പേപ്പർ കൊണ്ട് മേക്ക് ചെയ്യാൻ പറ്റുന്ന ഇതുപോലെയുള്ള 3D ക്രാഫ്റ്റ് വർക്കുമായിട്ടാണ്. ഈ 3D ഓറഞ്ചാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതേ കട്ടിയുള്ള 2 ചാർട്ട് പേപ്പർ ഇതുപോലെ ഞാൻ പീസ് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. 2 പേപ്പേഴ്സും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് സെൻറ്ററിൽ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടി നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ഞാനിതാ ഇവിടെ ഫെവിക്കോൾ ഗം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഗമ്മ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗം എടുത്തതിന് ശേഷം ഒരു സൈഡിൽ മാത്രം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ രണ്ട് പീസ് നമ്മൾ ഷേപ്പിൽ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ 2 പീസും കൂടി ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഒട്ടിച്ചെടുക്കുമ്പോൾ രണ്ടും ഇതുപോലെ തന്നെ കറക്റ്റ് വെച്ച് തന്നെ ഒട്ടിച്ചെടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിനി എക്സ്ട്രാ നിൽക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയേണ്ടി വരും. ഇപ്പോൾ എല്ലാം കറക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇനിയിപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കളർ പേപ്പർ, അതായത് ഓഫ് വൈറ്റ് കളറിലുള്ള കളർ പേപ്പർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ഇതേ ഓറഞ്ച് ചാർട്ട് പേപ്പർ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിനേക്കാളും കുറച്ച് ചെറുതായിട്ട് ഇപ്പം നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റ് കുറച്ച് ഓറഞ്ച് കളർ ഇങ്ങനെ കാണുന്ന പോലെ ആയിട്ടുള്ള ആ ഒരു സൈസിന് വേണം കേട്ടോ നമ്മൾ ഈ ഓഫ് വൈറ്റ് കളർ പേപ്പർ കട്ട് ചെയ്യുമ്പോൾ കേട്ടോ. ഇനി നമുക്ക് ഇതിലും കുറച്ച് ഗമ്മ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതുകൂടി കറക്റ്റ് സെൻട്രലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഒരു സൈഡിലാണ് കേട്ടോ നമ്മളിത് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അതായത് ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒരു സൈഡിൽ മാത്രം ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇതേ കണ്ടില്ലേ, ഈ ഒരു ഗ്യാപ്പിന്റെ വലുപ്പത്തിനാണ് നമ്മൾ ഓഫ് വൈറ്റ് പേപ്പറും കൂടി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അതായത് ഓറഞ്ച് കളർ പേപ്പറിനെക്കാട്ടിലും ഇത്ര ചെറുതാണ് നമ്മൾ ഓഫ് വൈറ്റ് പേപ്പർ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മളിതാ ഇവിടെ ഒരു യെല്ലോ കളർ പേപ്പർ, അതും ചാർട്ട് പേപ്പർ അല്ല കേട്ടോ, കളർ പേപ്പർ തന്നെയാണ്. അപ്പോൾ യെല്ലോ കളറിലുള്ള ഒരു കളർ പേപ്പറും ഇതുപോലെ എടുക്കുക. ഇങ്ങനെ നമ്മളൊരു ഫ്ലവർ ഷേപ്പിലായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഫ്ലവർ ഷേപ്പിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ അതും കൂടി കട്ട് ചെയ്തെടുത്തതിന് ശേഷം കറക്റ്റ് സെൻട്രലായിട്ട് തന്നെ അതുകൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇതുകൂടി ഒട്ടിച്ചു കൊടുത്താലാണ് ശരിക്കും നമുക്ക് ഓറഞ്ചിൻ്റെ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഇതും കൂടി നമുക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഇത് രണ്ടും നമ്മൾ ഒരു സൈഡിലാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. മറ്റേ സൈഡ് നമ്മൾ പ്ലെയിൻ ആയിട്ട് തന്നെ ഇടുകയാണ്. കണ്ടില്ലേ, ഇതുപോലെ ഒരു സൈഡ് പ്ലെയിൻ ആയിട്ട് ഇടും. ഈ ഒരു സൈഡ് മാത്രമാണ് നമ്മൾ ഇത്രയും ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്കിൽ ഇതുപോലെ ആയിട്ടാണ് വരിക. അപ്പോൾ ബാക്കിൽ നമുക്ക് ഒരു ലീഫ് കൂടി ഒട്ടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു ലീഫ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ബാക്കിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇതേ കണ്ടില്ലേ, ബാക്കിൽ ഇത് ഇങ്ങനെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിലൊരു ലീഫും കൂടി ഒട്ടിച്ച് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ഫ്രണ്ടിലോട്ട് തിരിച്ച് നോക്കിയാലാണ് ലീഫിൻ്റെ കറക്റ്റ് ആ ഒരു എവിടെയാണ് നമുക്ക് ലീഫ് വയ്ക്കേണ്ടതെന്നുള്ളതൊക്കെ ഒന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഈസി ആയിട്ടുള്ളൊരു ഓറഞ്ച് മേക്കിങ്ങിൻ്റെ വീഡിയോ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ, സീ യു നെക്സ്റ്റ് ടൈം.